സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ തൃശ്ശൂര്. പക്ഷെ പണിക്കൂലി, HUID, ഹോൾസെയിൽ വില എല്ലാം നോക്കണേ. എല്ലാം നോക്കി. ഇനി അഡോറ മതി. അഡോറ ജ്വല്ലേഴ്സ്, കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം ജ്വല്ലറി, ഇക്കാണ്ടവാരി റോഡ്, തൃശൂർ, യൂണിറ്റ് ഓഫ് TC-Com. റഷ്യയിൽ യുദ്ധമേഖലയിൽ അകപ്പെട്ട മലയാളികളുടെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ച് ആലത്തൂർ MP കെ രാധാകൃഷ്ണനും വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയും. കെ രാധാകൃഷ്ണൻ വിദേശകാര്യ മന്ത്രി S ജയശങ്കറിനും സേവ്യർ ചിറ്റലപ്പള്ളി മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് കത്ത് നൽകിയത്. റഷ്യൻ യുക്രൈൻ യുദ്ധമേഖലയിൽ അകപ്പെട്ട മലയാളികളായ വടക്കാഞ്ചേരി കുറാഞ്ചേരി സ്വദേശി ജെയിൻ തെക്കേമുറിയിൽ കുര്യൻ, തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ തോലത്ത് ബാബു എന്നിവരെ കണ്ടെത്തി നാട്ടിൽ തിരിച്ചെത്തിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഡൽഹി വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി മുഖ്യമന്ത്രി പിണറായി വിജയനും കത്തുകൾ നൽകി. കുറാഞ്ചേരി തെക്കേമുറിയിൽ കുര്യന്റെ വീട് സേവ്യർ ചിറ്റലപ്പള്ളി MLA കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, NG സന്തോഷ് ബാബു എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. അവിടെ വെച്ച് കെ രാധാകൃഷ്ണൻ MPയെ ബന്ധപ്പെട്ടു. തുടർന്ന് കെ രാധാകൃഷ്ണൻ MP ഡൽഹിയിൽ വിദേശകാര്യ മന്ത്രിക്ക് കത്ത് നൽകിക്കൊണ്ട് ജയിന്റെയും ബിനിലിന്റെയും മോചനത്തിന് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടു. മോസ്കോവിലെ ഇന്ത്യൻ അംബാസഡർ രാംകുമാർ തങ്കരാജിനെ MLA ഓഫീസിൽ നിന്നും ബന്ധപ്പെടുകയും തുടർന്ന് മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു. റഷ്യയിൽ അകപ്പെട്ടു പോയ ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്തി ഇന്ത്യൻ പാസ്പോർട്ടോടുകൂടി ഇവരെ നാട്ടിലെത്തിക്കുന്നതിനായി അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കെ രാധാകൃഷ്ണൻ MP സേവ്യർ ചിറ്റലപ്പള്ളിയും മുഖ്യമന്ത്രിക്കും നോർക്ക വകുപ്പിനും കത്തുകൾ നൽകിയിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി നോർക്ക വകുപ്പ് മുഖാന്തരം റഷ്യയിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് ഇവരുടെ മോചനത്തിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. വീട്ടുകാർക്ക് ലഭ്യമായ കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും കത്തുകൾ നൽകിയത്. ന്യൂസ് ഡെസ്ക് VCV.